ഓക്കെ, ഇത് ചാപ്റ്റർ 1 കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യോളജിയും മറ്റു സാമൂഹ്യ ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചു. അതിൽ നമ്മൾ എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രവും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധവും, അതുപോലെ സോഷ്യോളജിയും രാഷ്ട്രമീമാംസ അഥവാ പൊളിറ്റിക്കൽ സയൻസ് തമ്മിലുള്ള ബന്ധവും ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സോഷ്യോളജിയും ചരിത്രവും, സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ സാമ്യവും അല്ലെങ്കിൽ ബന്ധവുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇത് ഏതെങ്കിലും ഒരെണ്ണം, ഒരു വ്യത്യാസവും സാമ്യതയും എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്ത് എന്ന് നിങ്ങൾക്കറിയാം. ചരിത്രം എന്ന് പറയുമ്പം ഭൂതകാലത്തിനെ കുറിച്ച്, പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. അതിനെ വിശകലനം ചെയ്യുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് ചരിത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചരിത്രത്തിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് വ്യത്യാസത്തിലേക്ക് നേരിട്ട് കടക്കാം. ആ വ്യത്യാസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചരിത്രം എന്ത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സോഷ്യോളജിക്ക് സമകാലീന സമൂഹത്തിലാണ് താല്പര്യം, അതായത് കോണ്ടംപററി. സോഷ്യോളജി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ കോണ്ടംപററി സയൻസ്. കോണ്ടംപററി സ്റ്റഡിയെ കുറിച്ചാണ് സോഷ്യോളജി പഠിക്കുന്നത്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ സോഷ്യോളജി സമകാലീന അല്ലെങ്കിൽ സമകാലിക സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി ചരിത്രം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ചരിത്രം ഭൂതകാലത്തിലെ കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. പണ്ട് എന്തെല്ലാം നടന്നിരുന്നു, പണ്ട് ഇവിടെ വന്നിട്ടുള്ള രാജാക്കന്മാരുടെ കാര്യങ്ങള്, അതുപോലെ തന്നെ പണ്ട് ഇവിടുത്തെ ഭരണം എങ്ങനെയായിരുന്നു, അങ്ങനെ പണ്ട് നടന്ന കാര്യങ്ങൾ, ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആര് പഠിക്കുന്നത്? ചരിത്രം അഥവാ ഹിസ്റ്ററി പഠിക്കുന്നത്. സോഷ്യോളജി എന്താണ്? അടുത്ത കാലത്ത് നടന്ന കോണ്ടംപററി സൊസൈറ്റിയെ കുറിച്ചാണ് സോഷ്യോളജി പഠിക്കുന്നത്. കോണ്ടംപററി സൊസൈറ്റി എന്ന് പറയുന്നു. അത് ഒന്നാമത്തെ വ്യത്യാസം. ഇനി 2, സംഭവങ്ങളുടെ പരസ്പര ബന്ധം നാം അന്വേഷിക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യം, ഒരു സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രക്രിയയുണ്ടായി, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതിന് കാരണം എന്താണ്, തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങളുടെയും പരസ്പര ബന്ധവും പരസ്പര പ്രവർത്തനവും നമ്മൾ പഠിക്കുന്നു സോഷ്യോളജിയിൽ. നേരെ മറിച്ച് ചരിത്രം അങ്ങനെ പരസ്പര ബന്ധമൊന്നും പഠിക്കാൻ പോകുന്നില്ല. ചരിത്രം എന്ത് ചെയ്യുന്നു? എങ്ങനെ അത് സംഭവിച്ചു, കാര്യങ്ങൾ എന്താണ്, സംഭവങ്ങൾ എന്താണ് എന്ന് മാത്രം ആര് മനസ്സിലാക്കുന്നു? ആക്ച്വൽ ഇവന്റ്സ് എന്ത് ആണെന്നാണ് ഹിസ്റ്റോറിയൻസ് പഠിക്കുന്നത്. പക്ഷെ സോഷ്യോളജി അങ്ങനെയല്ല. സോഷ്യോളജി ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് ഓർ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദി കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഇഷ്യൂസ്. അതാണ് രണ്ടാമത്തത്. അപ്പോൾ ഒന്ന്, സോഷ്യോളജി റീസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോണ്ടംപററി സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നു. ഈ ആധുനിക സമൂഹത്തെ കുറിച്ചാണ് സോഷ്യോളജി പഠിക്കുന്നത്. ചരിത്രം ഭൂതകാലത്തിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻ സ്റ്റഡി അബൌട്ട് പാസ്റ്റ് ആൻഡ് റീകൺസ്ട്രക്ട് പാസ്റ്റ് ഇവന്റ്സ്. പണ്ട് നടന്ന കാര്യങ്ങൾ അവർ വീണ്ടും വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജി ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ്. വേറസ് ചരിത്രം എന്താണ് ഇവന്റ്, ആ ആക്ച്വൽ ഇവന്റിൽ മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ മനസ്സിലാക്കും. 3, രാജാക്കന്മാരുടെ യുദ്ധങ്ങൾ, ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നാം അവരുടെ ലിംഗബന്ധം, അയാൾക്ക് ഭാര്യയുമായിട്ടുള്ള ബന്ധം എന്ത്, കുടുംബം എന്തായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ ഭൂപരിഷ്കരണ നിയമങ്ങൾ എന്തെല്ലാം, ഇവയെല്ലാം ആര് പഠിക്കും? സോഷ്യോളജിസ്റ്റുകൾ പഠിക്കും. നമ്മൾ രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുന്നത് വളരെ വിരളമാണ്. ഓക്കെ, നമുക്ക് ഈ അടുത്ത കാലത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ഇനി അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നാം അവിടേക്ക് പോയാൽ തന്നെയും അവരെങ്ങനെ ഭരിച്ചു, അവരുടെ ഭരണ മികവ്, ഇതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ അവരുടെ കുടുംബ ബന്ധങ്ങള്, അവർക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ്, അവർ നടത്തിയിട്ടുള്ള ഭൂപരിഷ്കരണങ്ങൾ എന്തെല്ലാം, ഇങ്ങനെയുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ആര് നോക്കുന്നത്? ഒരു സോഷ്യോളജിസ്റ്റ് പഠിക്കുന്നത്. നേരെ മറിച്ച് രാജാക്കന്മാരുടെ യുദ്ധം എന്തിനു നടത്തി, അത് കീഴടക്കിയത് എങ്ങനെയാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആര് പഠിക്കുന്നു? ചരിത്രം പഠിക്കുന്നു. എന്നാൽ ഫാമിലി റിലേഷൻസ്, ലാൻഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ജെൻഡർ റിലേഷൻസ്, ഇതൊന്നും തന്നെ
ആര് പഠിച്ചില്ല? ചരിത്രം പഠിക്കുന്നില്ല. സോഷ്യോളജി ചരിത്രത്തിലെ ആശയങ്ങൾ തരംതിരിച്ച് വിശകലനം ചെയ്ത് പഠിക്കുന്നു. സോഷ്യോളജി ചരിത്രത്തിലെ ആശയങ്ങളെ തരംതിരിച്ച് വിശകലനം ചെയ്ത് പഠിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് ആശയങ്ങൾ കടമെടുക്കുന്നുണ്ട്. വി ആർ ടേക്കിംഗ് കൺസെപ്റ്റ്സ് ഫ്രം ഹിസ്റ്ററി ആൻഡ് വി അനലൈസ് ഇറ്റ്, ദെൻ വി ഇന്റർപ്രറ്റ് ഇറ്റ്. ഓക്കെ, ചരിത്രം വ്യക്തമായിട്ടുള്ള ഒരു, അതായത് ചരിത്രം എന്ന് പറയുമ്പോൾ അത് നടന്നൊരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ, അത് സത്യമാണ്, അത് വ്യക്തവുമാണ്. നേരെ മറിച്ച് സോഷ്യോളജി അങ്ങനെയല്ല. സോഷ്യോളജി അബ്സ്ട്രാക്റ്റ് ആണ്, ക്ലിയർ അല്ല. ഇപ്പോഴത്തെ ചരിത്രം കോൺക്രീറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോഷ്യോളജി അത്ര ക്ലിയർ ഒന്നുമല്ല. നമുക്കെല്ലാം ഊഹാപോഹങ്ങളും നടക്കുന്ന കാര്യങ്ങൾ അത് എന്തെന്ന് മനസ്സിലാക്കുന്നു, ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു ബന്ധം ഉണ്ടായതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഹെൻസ് വി ക്യാൻ കോൾ സോഷ്യോളജി ആസ് an abstract science, whereas history is a concrete social science. എന്താന്ന് വെച്ചാൽ എന്ത് നടന്നു അത് ഫാക്റ്റ് ആണ്. അപ്പൊ അതാണ് എന്ത് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് പോകുന്നത് നമ്മള് സോഷ്യോളജിയും ഹിസ്റ്ററിയും, സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ത് എന്നുള്ളതാണ്. ചരിത്രം സമൂഹശാസ്ത്രത്തിന്റെ പല രീതികളും സങ്കല്പങ്ങളും ഉപയോഗിക്കുന്നു. ചരിത്രത്തിന് പഠിക്കുവാൻ ചരിത്രം സമൂഹശാസ്ത്രത്തിന്റെ പല ഗവേഷണ രീതികളും സമൂഹശാസ്ത്രത്തിലുള്ള പല ആശയങ്ങളുമൊക്കെ ചരിത്രം പഠിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ചരിത്രം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട് സോഷ്യോളജിയുമായിട്ട്. ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് റിലേഷൻഷിപ്പ് ഈസ് ദെയർ ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി. ഹിസ്റ്റോറിയൻസ് use sociological methods and sociological concepts for their analysis എന്നാണ് പറയുന്നത്. ഇനി സോഷ്യോളജി ചരിത്ര വിവരങ്ങൾ എടുത്ത് സാമാന്യവൽക്കരണം നടത്തുന്നു. തിരിച്ചെന്താണ്? സോഷ്യോളജി പോയിട്ട് സമൂഹശാസ്ത്രം പോയിട്ട് ചരിത്രത്തിൽ നിന്നും വിവരങ്ങൾ എടുക്കുന്നുണ്ട്, എടുത്തിട്ട് സാമാന്യവൽക്കരിക്കുന്നു, ജനറലൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നെങ്കിലും നടന്നൊരു സംഭവമായിരിക്കാം, ആ സംഭവത്തിനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് സമൂഹത്തിൽ നടന്നത് എന്ന് സാമാന്യവൽക്കരിക്കുന്നു അഥവാ ജനറലൈസ് ചെയ്യുന്നു. സോഷ്യോളജിസ്റ്റ് മേക്ക് generalizations using the historical information. They take historical information for generalizing ideas. Okay, then sociological generalizations in turn are used by historians to examine the historical events എന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. സോഷ്യോളജി പഠിക്കുന്ന ഇന്നത്തെ സമൂഹം എന്ത് എന്നറിയാൻ പഴയ ചരിത്രം വേണം. നമ്മൾ ഇന്നത്തെ സമൂഹത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ എന്ത് വേണം? പഴയ കാര്യങ്ങളൊക്കെ അറിയണം. ഇന്ന് നമ്മൾ നിയമത്തിനെ കുറിച്ച് പറയുമ്പോൾ പണ്ടുണ്ടായ നിയമങ്ങളെ കുറിച്ച് അറിയണം, അല്ലേ? അല്ലെങ്കിൽ ആ നിയമം ഉണ്ടാകുവാൻ കാരണം എന്ത് എന്നൊക്കെ നമുക്ക് അറിയേണ്ടത് ഉണ്ട്. പിന്നെ ഈ രണ്ട് വിഷയങ്ങളുടെയും ഒരു സങ്കലന വിഷയമുണ്ട്. അതായത് രണ്ടിന്റെയും അതിർവരമ്പ് വളരെ നേർത്തതാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? രണ്ടിന്റെയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു വിഷയം, സോഷ്യോളജി അല്ല ഹിസ്റ്ററിയും അല്ല എന്ന് പറയുന്ന ഇടയിലുള്ള ഒരു വിഷയമുണ്ട്. അതിന്റെ പേരാണ് സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം, സോഷ്യോളജിയുടെയും ഹിസ്റ്ററിയുടെയും സങ്കലനമായ വിഷയം ഏതാണ്? സോഷ്യൽ history. Okay, so social history is a stuff of history as well as sociology, and it studies about gender relations, rules, customs, social institutions. At the same time, studies about rulers, wars, monarchy, etc. So that is a combination subject of sociology and history, and the name of that subject is social history. മനസ്സിലായല്ലോ? അപ്പൊ ബന്ധം പറഞ്ഞു, അതുപോലെ തന്നെ വ്യത്യാസവും പറഞ്ഞു. ഇനി നമ്മള് ഒരു പുതിയ വിഷയത്തിലേക്ക് പോകുകയാണ്. നാലാമത്തെ വിഷയമാണ് ഏതാണ്? സോഷ്യോളജിയും സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി. ഓക്കെ, അപ്പോ ദിസ് subject is a new subject for you because you have not learned psychology anywhere during your
studies, right? You just heard about psychology. ഒന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ സൈക്കോളജി എന്നുള്ളൊരു വിഷയം. അപ്പൊ നമുക്ക് അതുകൊണ്ട് അതിന്റെ നിർവചനമൊക്കെ ഒന്ന് പഠിക്കണം. എന്തായിരിക്കും മനഃശാസ്ത്രം പഠിക്കുന്നത് എന്ന് നമ്മളൊരു 2 പോയിന്റ് പഠിക്കുന്നുണ്ട്. 2 പോയിന്റ് ആണ്. എന്താന്ന് നോക്കാം. മനഃശാസ്ത്രം മനുഷ്യ മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും ശാസ്ത്രീയമായ പഠനമാണ്. മനുഷ്യ മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യരുടെ മനസ്സുകളെ ഹ്യൂമൻ മൈൻഡും അതുപോലെ മെന്റൽ പ്രോസസ്, സൈക്കോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് മെന്റൽ പ്രോസസ്സസ് എന്നാണ് പറയുന്നത്. ഇനി അതിനകത്ത് നമ്മൾ ഈ വിഷയത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം പഠിക്കുന്നത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ നമ്മുടെ ബുദ്ധിയെ കുറിച്ച് പഠിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പഠിക്കാമെന്ന് പഠിക്കുന്നു, നമ്മുടെ ആശകള്, നമ്മുടെ ഓർമ്മശക്തി, ഭയം, സന്തോഷം, വെറുപ്പ്, നമ്മുടെ ഫീലിങ്സ് ആണ് അതൊക്കെ അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നം, നമ്മൾ സ്വപ്നം കാണാറുണ്ട്, എന്തുകൊണ്ട് കാണുന്നു, നമ്മുടെ നെർവസ് സിസ്റ്റം തുടങ്ങി നമ്മുടെ തലയുമായി നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ പഠിക്കുന്നു? നമ്മൾ പുതിയ വിഷയമായ മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നു. അപ്പൊ മനഃശാസ്ത്രം എന്ത്, മനഃശാസ്ത്രത്തിനകത്ത് എന്ത് പഠിക്കുന്നു എന്ന 2 പോയിന്റുകളാണ് നമ്മളിവിടെ പഠിച്ചത്. സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് മെന്റൽ പ്രോസസ്സസ് ആൻഡ് സൈക്കോളജി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബുദ്ധി, ഇന്റലിജൻസ്, ലേണിംഗ്, മെമ്മറി, നെർവസ് സിസ്റ്റം, ഡ്രീം, hopes, fear, hatred, depression, so and so. These feelings, these ideas are related to mind. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഇനിയും നമ്മളപ്പോ 2 പോയിന്റ് എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷനും അതിനകത്ത് എന്ത് പഠിക്കുന്നു എന്നും പറഞ്ഞു. സോഷ്യോളജിയെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോഷ്യോളജി ഇസ് എ സ്റ്റഡി ഓഫ് സൊസൈറ്റി. സോഷ്യോളജി സ്റ്റഡീസ് അബൌട്ട് സോഷ്യൽ ഇന്ററാക്ഷൻ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ സോഷ്യോളജി സോഷ്യൽ ബിഹേവിയർ പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ പഠിക്കാൻ ശ്രമിക്കുന്നു. എവിടെ? സൈക്കോളജി അഥവാ മനഃശാസ്ത്രം. പക്ഷെ നമ്മൾ സോഷ്യൽ ബിഹേവിയർ ആണ് പഠിക്കുന്നത്. സാമൂഹിക പെരുമാറ്റം, മറ്റടുത്ത് മനുഷ്യന്റെ പെരുമാറ്റം. ഓക്കെ, ഇനി വ്യത്യാസത്തിലേക്ക് പോകാം. ഇത് സാധാരണ ചോദിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഈ വ്യത്യാസവും അതുപോലെ സാമ്യവും ഒക്കെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പം സോഷ്യോളജിയും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുക 6 മാർക്കിന് ചോദിച്ചാൽ വ്യത്യാസവും എഴുതുക, ബന്ധവും എഴുതുക. മനസ്സിലായല്ലോ? അപ്പൊ 2 എഴുതണം. ചിലപ്പോൾ വ്യത്യാസം മാത്രം ചോദിച്ചാൽ അതൊരു 4 മാർക്കോ 3 മാർക്കിനോ ചോദിച്ചാൽ ഈ വ്യത്യാസം മാത്രം എഴുതിയാൽ മതിയാവും. ഇനിയും മനഃശാസ്ത്രം ഒരു സൈഡിലും സോഷ്യോളജി ഒരു സൈഡിലും വരുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിന്റെ പെരുമാറ്റത്തിന്റെ പഠനമാണ് എന്ത് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ്, അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ളതാണ്. സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഇപ്പുറത്ത് സോഷ്യോളജി എന്താണ്? ഒരു സമൂഹത്തിന്റെ പരസ്പര പ്രവർത്തനത്തിന്റെ പഠനമാണ്. സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ററാക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ സൊസൈറ്റി. സോഷ്യൽ ഇന്ററാക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ സൊസൈറ്റി, ഒരു സമൂഹത്തിന്റെ പരസ്പര പ്രവർത്തനത്തിന്റെ പഠനമാണ് സോഷ്യോളജി. ഇനി 2ാമത്തെ പോയിന്റ്, മാനസിക പ്രക്രിയകൾ പഠിക്കുന്നു. മെന്റൽ പ്രോസസ്. നമ്മൾ നേരത്തെ കുറെ മെന്റൽ പ്രോസസ്സുകൾ പറഞ്ഞു. ഭയം, സന്തോഷം, വെറുപ്പ്, ആശ, ഇതൊക്കെ മെന്റൽ പ്രോസസ്സുകളാണ്. അപ്പൊ ഈ മെന്റൽ പ്രോസസ്സുകൾ, മാനസിക പ്രക്രിയകളെ കുറിച്ചാണ് സൈക്കോളജിയിൽ പഠിക്കുന്നതെങ്കിൽ സോഷ്യൽ പ്രോസസ് അഥവാ സാമൂഹ്യ പ്രക്രിയകളെ കുറിച്ചാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നത്. സോഷ്യോളജിയിലെ സാമൂഹ്യ പ്രക്രിയകൾക്ക് 2-3 ഉദാഹരണം ഞാൻ പറയാം. മത്സരം, സഹകരണം, പിന്നെ അഡ്ജസ്റ്റ്മെന്റ്, രണ്ടിന്റെ ഇടയിലുള്ള ഒരുവിധം ഇഷ്ടമില്ല എന്നാലും പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കരുതുന്നതിന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ സാമൂഹ്യ പ്രക്രിയകളാണ്. ഇപ്പൊ മത്സരം, സഹകരണം ഒക്കെ സാമൂഹ്യ പ്രക്രിയകളാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഒരു സാമൂഹ്യ പ്രക്രിയയാണ്. അപ്പൊ ഇതൊക്കെയാണ് സാമൂഹ്യ പ്രക്രിയകൾ. ഇതിനെ കുറിച്ചും നമ്മൾ എവിടെ പഠിക്കുന്നു? സോഷ്യോളജിയിൽ പഠിക്കുന്നു. നേരെ മറിച്ച് സൈക്കോളജിയിൽ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? മാനസിക പ്രക്രിയകൾ അഥവാ മെന്റൽ പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനിയും
മനഃശാസ്ത്രം വ്യക്തമായ ശാസ്ത്ര ശാഖയാണ്. അതിന് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പഠനം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വ്യക്തമാണ്. പക്ഷെ ഇപ്പുറത്ത് സോഷ്യോളജി അവ്യക്തമായ ഒരു ശാസ്ത്ര ശാഖയാണ്. കാരണം ഞാൻ ഇന്ന് ഒരു വ്യക്തിയോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ഞാൻ നാളെ ഇതേ ഒരു വ്യക്തിയോട് തന്നെ മറ്റൊരു സാഹചര്യത്തിൽ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇന്ന് പഠിച്ചു വച്ചിരിക്കുന്ന കാര്യം എന്നും ശരിയെന്ന് സോഷ്യോളജിയിൽ പറയുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സോഷ്യോളജിയെ അവ്യക്തമായ ശാസ്ത്ര ശാഖ എന്ന് പറയാൻ സാധിക്കുന്നു. അപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആൻഡ് ക്ലിയർ സയൻസ് ആണ്. സോഷ്യോളജി എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ആൻഡ് നോട്ട് ക്ലിയർ. ഓക്കെ, വേഗ് എന്ന് പറയാം. വേഗ്, അബ്സ്ട്രാക്ട് ആൻഡ് വേഗ് സോഷ്യൽ സയൻസ്. ഇനി ഗവേഷണത്തിനായിട്ട് മനഃശാസ്ത്രജ്ഞർ പരീക്ഷണ രീതികൾ ഉപയോഗിക്കുന്നു. അവർക്ക് എക്സ്പെരിമെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പരീക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. പല ടെസ്റ്റുകൾ നടത്തിയിട്ടൊക്കെ അവര് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അവർ പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടിയിട്ട് എക്സ്പെരിമെന്റൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ കൂടെയൊക്കെ താമസിക്കുന്നു, ചിലപ്പം താമസിക്കുന്നില്ല, ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയുമാണ് സോഷ്യോളജിയും മനഃശാസ്ത്രവും, സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ബന്ധത്തിലേക്ക് പോകാം. ബന്ധം വീണ്ടും ബന്ധം മാത്രം ചിലപ്പോൾ 3 മാർക്കിലൊക്കെ ചോദിക്കാം. ബന്ധം എന്താണ്? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ സോഷ്യോളജിയിൽ ഒരു വൈ മിസ്സിംഗ് ആണ്. ചെറിയ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. സോഷ്യോളജിക്ക് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ മനഃശാസ്ത്രജ്ഞന്റെ സഹായം വേണം എന്ന് പറഞ്ഞ എന്താണ്? മനുഷ്യരെ കുറിച്ച് ആണ് ആര് പഠിക്കുന്നത്? നമ്മളും പഠിക്കുന്നത് അല്ലെ? മനുഷ്യന്റെ സമൂഹത്തിലുള്ള പെരുമാറ്റമാണ് പഠിക്കുന്നത്. ഹ്യൂമൻ ബീങ്സിന്റെ സോഷ്യൽ ബിഹേവിയർ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ മനഃശാസ്ത്രജ്ഞന്റെ പഠന വിഷയമായ മനുഷ്യൻ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 വിഷയങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. സോഷ്യോളജിക്ക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മനസ്സിലാക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? സൈക്കോളജിസ്റ്റിന്റെ സഹായം ആവശ്യമാണ്. മനസ്സിലായല്ലോ? ഇനി ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾ മാനസിക പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾ, സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങൾക്ക് പിന്നിൽ ഓരോ വ്യക്തികളുടെയും മാനസിക പ്രക്രിയയുമായി അതിന് ബന്ധമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയും മനഃശാസ്ത്രവും തമ്മിൽ ബന്ധമുണ്ട്. ഇനി മനഃശാസ്ത്രത്തിന് സോഷ്യോളജിയുടെ സഹായം മനുഷ്യ പെരുമാറ്റം മനസ്സിലാക്കാൻ ആവശ്യമാണ്. മനുഷ്യരുടെ പെരുമാറ്റം ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാമൂഹിക സാഹചര്യത്തിൽ മാറിയെന്ന് വരാം. ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഭയങ്കര ദാരിദ്ര്യം, പോവർട്ടിയിൽ ജീവിക്കുന്നു. ആ വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കാം എന്നുള്ള കാര്യം പഠിക്കണമെങ്കിൽ അത് ആരുടെ ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റമാകുമ്പോൾ അത് മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയമാകുന്നു അല്ലെ? അപ്പൊ അങ്ങനെ വ്യക്തിയുടെ കാര്യം പഠിക്കണമെങ്കിൽ മനഃശാസ്ത്രജ്ഞർക്ക് സോഷ്യോളജിയുടെ സഹായവും ആവശ്യമാണ്. കാരണം അയാളുടെ ദാരിദ്ര്യം മൂലമായിരിക്കും അയാളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിന് മനഃശാസ്ത്രജ്ഞന്റെ പഠന വിഷയമാണത്. അവിടെ മാറ്റം ഉണ്ടാക്കുവാനായിട്ട് എന്തിനു കഴിയും? സാമൂഹിക സാഹചര്യങ്ങൾക്ക് സാധിക്കുന്നു. ദാരിദ്ര്യം എന്നൊരു സാമൂഹിക സാഹചര്യം ആ മനുഷ്യന്റെ പെരുമാറ്റത്തിനെ മാറ്റുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെ സഹായം വേണം? മനഃശാസ്ത്രത്തിന് പഠിക്കണമെങ്കിൽ സോഷ്യോളജിക്കാരുടെ സഹായവും വേണം. ഇനി ഈ 2 വിഷയങ്ങളുടെയും ഒരു സങ്കലനം, നമ്മൾ അപ്പുറത്ത് പറഞ്ഞായിരുന്നു ഒരു സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടെന്ന്. 2 വിഷയങ്ങളും കൂടെ ചേർന്നിരിക്കുമ്പോഴുള്ള ഒരു വിഷയം, അങ്ങനെ ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിന്റെ പേരാണ് സാമൂഹ്യ മനഃശാസ്ത്രം അഥവാ സോഷ്യൽ സൈക്കോളജി. അപ്പൊ സോഷ്യോളജി പഠിക്കുന്നവരും ചിലപ്പം സോഷ്യൽ സൈക്കോളജി പഠിക്കാം, അതുപോലെ സൈക്കോളജി പഠിക്കുന്നവരും സോഷ്യൽ സൈക്കോളജി പഠിക്കാം. ഈ 2ന്റെയും ഇടയിലുള്ള ഒരു പാലമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. 1 മാർക്കിന് അത് ചോദിക്കാം. ഇനി ഇത് വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു വിഷയം
വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുമെങ്കിലും സാമൂഹിക ഗ്രൂപ്പിലുള്ള അവന്റെ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളുമാണ് പഠിക്കുന്നത്. സൈക്കോളജി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, സോഷ്യോളജി ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അപ്പൊ സോഷ്യൽ സൈക്കോളജി serves as a bridge between psychology and sociology, and this subject maintains a primary interest in individuals. Individuals interest ഉണ്ട്, but it analyzes the way in which the individual behaves in social group. സോഷ്യൽ ഗ്രൂപ്പിൽ അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവന്റെ ആക്ഷൻസ് എന്തൊക്കെ, അവന്റെ ബിഹേവിയർ എന്തൊക്കെ എന്നാണ് ആര് നോക്കുന്നത്, സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ നോക്കുന്നത്. സോ ഇത് സോഷ്യൽ സൈക്കോളജി is a new branch, and this new branch is a bridge between psychology and sociology. ഇനി സോഷ്യോളജിയിലെ പ്രമുഖരായിട്ടുള്ള നിരവധി സമൂഹ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഒരാളുടെ പേര് പറയാം. ഹു ഇസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? ഫാദർ ഓഫ് സോഷ്യോളജി ഈസ് അഗസ്റ്റ് കോംറ്റ്. അഗസ്റ്റ് കോംറ്റ്, AUGUSTECOMTE, അഗസ്റ്റ് കോംറ്റ്. അഗസ്റ്റ് കോംറ്റിനെ പോലെ തന്നെ മറ്റൊരു സോഷ്യോളജിസ്റ്റ് ആണ് എമിൽ ദുർഖൈം. എമിൽ ദുർഖൈം ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ആ പേരുകളൊക്കെ വായിച്ചു പഠിക്കണം കേട്ടോ. എമിൽ ദുർഖൈം. കാറൽ മാർക്സ്, മാക്സ് വെബർ, ഇവരൊക്കെ വ്യത്യസ്തരായിട്ടുള്ള സമൂഹ ശാസ്ത്രജ്ഞരാണ്. ഈ സമൂഹ ശാസ്ത്രജ്ഞരിൽ ഈ പറഞ്ഞതിൽ ഒരാളാണ് എമിൽ ദുർഖൈം എന്ന് പറയുന്ന സമൂഹ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ആദ്യകാല സമൂഹ ശാസ്ത്രജ്ഞനാണ്, പാശ്ചാത്യ സമൂഹ ശാസ്ത്രജ്ഞനുമാണ്. ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ ഒന്നും ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞന്മാരില്ല. ഇന്ത്യയിലേക്കൊക്കെ ഈ വിഷയം എത്തുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. ഇപ്പൊ എമിൽ ദുർഖൈം എന്ന സമൂഹ ശാസ്ത്രജ്ഞൻ തന്റെ ആത്മഹത്യ എന്ന പുസ്തകത്തിൽ ഹി സ്റ്റഡീഡ് ഓർ അല്ലെങ്കിൽ പറയാൻ ഹി റോട്ട് എ ബുക്ക് സൂയിസൈഡ്. അയാൾ സ്റ്റഡി ചെയ്യുന്നു, റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഹി റോട്ട് എ ബുക്ക് നെയിംലി സൂയിസൈഡ്, ആൻഡ് ഇൻ ദാറ്റ് ബുക്ക് he attempt to connect the individual's intention of those who commit or try to commit suicide with their social characteristics. ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുന്നതിന് അവന്റെ സാമൂഹിക ചുറ്റുപാടിന് ബന്ധമുണ്ടെന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൂയിസൈഡ് ഒക്കെ അയാൾ ആ പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രത്യേകതരം ആത്മഹത്യകൾ. അപ്പൊ വ്യക്തിയുടെ മനസ്സ് എങ്ങനെ സാമൂഹികമായി ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നു. അങ്ങനെ സാമൂഹികമായിട്ട് ഒരു വ്യക്തിയുടെ മനസ്സ് ചുറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആത്മഹത്യ ഉണ്ടാകുന്നു എന്നും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഒരു മാർക്കിന് ചോദിക്കാം. സോഷ്യൽ സൈക്കോളജിയും ഒരു മാർക്കിന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചോദ്യം ഇപ്പം റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഒരു 8 മാർക്കിന് ചോദിച്ചാൽ യു ഹാവ് ടു റൈറ്റ് ദ ഡിഫറൻസസ് ആസ് വെൽ ആസ് സിമിലാരിറ്റീസ്. വ്യത്യാസങ്ങളും എഴുതണം, ബന്ധങ്ങളും എഴുതണം. വ്യത്യാസം മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യാസം 3 മാർക്കോ 4 മാർക്കിനോ ആയിരിക്കും ചോദിക്കുന്നത്. ബന്ധവും ചോദിക്കാം 3 മാർക്കിന്, ചെറിയ മാർക്കിന് 1 മാർക്കിനുള്ള ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് സൈക്കോളജി എന്ന് ചിലപ്പം ചോദിക്കാം. നമ്മൾ 2 പോയിന്റുകൾ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇനി നമുക്കൊരു വിഷയം കൂടെ ബാക്കിയുണ്ട്. അതൊരു പ്രധാന വിഷയമായതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിനകത്തോട്ട് അത് എടുത്തിട്ട് നിങ്ങളെ ആകെ അങ്ങ് കുഴപ്പിക്കണ്ട എന്നുള്ളത് കൊണ്ട് ആ ഒരു വിഷയം മാത്രമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് കൂടുതൽ പറയാനുള്ളത് കൊണ്ട് അതിനെ മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.